ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു ചുരിദാറിൻ്റെ കഴുത്ത് എങ്ങനെയാണ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നത് നോക്കാം. നമ്മൾ റിംഗ് നോട്ട് ഉപയോഗിച്ചാണ് ഈ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. റോസ് കളറും വെള്ള കളറുമുള്ള ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ബീഡ്സ് കട്ട് ബീഡ്സ് ആണ്. അത് 20 രൂപ കൊടുത്താൽ 10 ഗ്രാം ഫാൻസി കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് ജോർജറ്റിൻ്റെ ക്ലോത്താണ്. 250 രൂപ 2.5 മീറ്റർ തുണിക്ക് ആവുന്നുള്ളൂ. ഇതിന് നമുക്ക് 1500 രൂപയുടെ ചുരിദാർ മെറ്റീരിയലാക്കി മാറ്റാൻ പറ്റും. ഇതിൻ്റെ കൈയുടെ ഡിസൈനാണിത്. കൈ ഷോൾഡർ ഭാഗത്തു നിന്ന് താഴേക്ക്. ഇത് സ്ലീവിൻ്റെ ബോട്ടം പാർട്ടാണ്. ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. ഗ്ലാസ് മാർക്കറാണ് തുണിയിൽ വരയ്ക്കാൻ എടുക്കുന്നത്. ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ലീഫിന് വേണ്ടി ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് റിംഗ് നോട്ട് ചെയ്യാം. ഇതുപോലെ കുത്തിയെടുക്കുക. 2 വട്ടം സൂചിയിൽ നൂല് കുത്തി കൊടുക്കുക. നീഡിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. സൂചിയിൽ നൂല് 2 വട്ടം ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ആക്കരുത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണിത്. നൂല് ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റരുത്, അന്നേരം അത് ഫ്രഞ്ച് നോട്ടായി പോവും. ഇതുപോലെ റിംഗ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് ചുറ്റണം. ഇതുപോലെ ഈ ലൈനിന് ചുറ്റും ആദ്യം തുന്നുക. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്യുക. നൂല് അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. സൂചിയിൽ 2 വട്ടം ലൂസായിട്ട് ചുറ്റുക. അതിനുശേഷം നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്ത അതേ ഹോളിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു പൂ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ റൗണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിന് റോസ് കളറുള്ള ആങ്കർ ത്രെഡാണ് എടുത്തത്. ഇതുപോലെ നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം നൂല് 2 വട്ടം ചുറ്റുക. അതിനുശേഷം സെയിം ഹോളിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. ഇതാണ് റിംഗ് നോട്ട്. നമ്മൾ സർക്കിളിൻ്റെ ചുറ്റും റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി ഉൾഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നൂല് മുകളിലേക്ക് കുത്തിയെടുക്കുക. സൂചിയിൽ 2 വട്ടം ചുറ്റുക. അതിനുശേഷം ഇതുപോലെ താഴേക്ക് വലിച്ച് താത്തുക. നമ്മുടെ 2 റിംഗ് നോട്ട് ഫ്ലവറും 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ലീഫ് ചെയ്യാൻ നമ്മൾ കട്ട് ബീഡ്സ് ആണ് എടുക്കുന്നത്. ഏറ്റവും ചെറിയ നീഡിൽ എടുത്തിട്ട് ഇതുപോലെ നീഡിൽ കോർക്കണം. അതിനുശേഷം ഇതുപോലെ എടുക്കുക. താഴേക്ക് കുത്തിയിറക്കുക.
വീണ്ടും ഒരു വട്ടം കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നീഡിൽ കടത്തി എടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും കട്ട് ബീഡ്സ് ഈ നീഡിലിൽ കോർക്കുക. അതിനുശേഷം ഇതുപോലെ ഇവിടെ കുത്തി താഴേക്ക് താഴ്ത്തുക. അതിനുശേഷം വീണ്ടും കുത്തി മുകളിലേക്ക് എടുക്കുക. താഴേക്ക് നീഡിൽ കുത്തി താഴ്ത്തുക. ഇനി നമുക്ക് ഒരു ലീഫ് എങ്ങനെയാണ് അത് വെച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ എടുക്കുക. വീണ്ടും ഒരു ബീഡിൻ്റെ തൊട്ട് താഴെയായിട്ട് കുത്തി മുകളിലേക്ക് എടുക്കുക. വീണ്ടും ഇതുപോലെ എടുത്ത ശേഷം ഇതിലേക്ക് കൂടി താഴേക്ക് കുത്തി താഴ്ത്തുക. അപ്പം നമുക്ക് ഒരു ലീഫ് കിട്ടി. ഇനി ഈ ഫ്ലവറിനാണ് ലീഫ് തയ്ക്കുന്നത്. രണ്ട് വട്ടം സൂചി ഇതുപോലെ ഉള്ളിൽ കൂടി കടത്തി സ്റ്റിച്ച് ചെയ്യുക. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ എംബ്രോയ്ഡറി ആണിത്. ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടെല്ലാം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പഠിച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് സ്ലീവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക.